അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിനും ഒരു മഹാരാജനെ കിട്ടിയിരിക്കുന്നു. എൻ രാധാകൃഷ്ണ മഹാരാജ്. ഉത്തർപ്രദേശിലെ BJP MP ആയ സാക്ഷി മഹാരാജിൻ്റെ വകയിലൊരു അമ്മാവനായി വരും ഇദ്ദേഹം. ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഒന്നടങ്കം പാകിസ്ഥാനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിലൂടെയാണ് സാക്ഷി ശരിക്കും മഹാരാജ് ആയത്. അതിനെ ചുവട് പിടിച്ച് സംവിധായകൻ കമലിനോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ട എൻ രാധാകൃഷ്ണൻ മഹാരാജ പട്ടത്തിൻ്റെ അടുത്ത അവകാശിയായിരിക്കുന്നു. വന്ന് മനുഷ്യന് കേരളത്തിലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഈ മഹാരാജമാരോട് അനുവാദം ചോദിക്കേണ്ടി വരുമോ എന്ന് ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ക്രേസികളിലേക്ക് കടക്കാം. IAS ആയാലും IPS ആയാലും മുട കണ്ടാൽ ഇടപെടുമണ്ണ എന്ന് പിണറായി വിജയൻ. ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ പ്രധാനികൾ തന്നെ ഒരു സമരരൂപം തീരുമാനിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല. അവരൊക്കെ തൻ്റെ വിശ്വസ്തരെന്ന് സുധാകർജി. എൻ്റെ വകുപ്പിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എൻ്റെ വകുപ്പിൽ 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ IAS ആണ്. എനിക്ക് അതിലൊരു വലിയ അഭിപ്രായം. എരുതിയിൽ എണ്ണയൊഴിച്ചും കൈക്കോലൂരിയും വാഴ വെട്ടിയും ചെന്നിത്തല. എന്ന് തത്ത പറക്കുന്നില്ല, ലിഫേഴ്സിലെ കൂട്ടിലാണ്, ലിഫേഴ്സിലെ കൂട്ടിൽ വിശ്രമിക്കുകയാണ് തത്ത. മനക്കലെ തത്തേ മറക്കുടത്തേ നല്ലേ മംഗളാതിരരാത്രി. പാലക്കാട്ടെ കോളേജിലെ ആത്മഹത്യ. കൂട്ടമായെത്തിയ കുട്ടികൾ ചില്ലുകൊണ്ട് വെടിക്കെട്ട് തീർത്തു. പട്ടിണിയായ മഹിളാമണികൾ പാട്ടയുമായി തെരുവിൽ. കുട്ടിമാമാങ്കത്തെ വരവേൽക്കാൻ കടന്നപ്പള്ളിയുടെ ചൊട്ടുവിദ്യ. കണ്ണൂരിൽ നിന്ന് സംഗീതത്തിന്റെ അലയൊലി തീർത്ത് രാമചന്ദ്ര ഭാഗവതർ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധിയാണെന്നാണ് പൊതുവിൽ ഉയരുന്ന ആരോപണം. IAS ഉദ്യോഗസ്ഥരെ മന്ത്രിമാർ വിളിച്ചാൽ നേരെ തിരിഞ്ഞു നടക്കും, അല്ലെങ്കിൽ ഇടത്തിട്ട നാവ് വലത്തിടില്ല. പിന്നെയും വിളിച്ചാൽ ജോലിക്കേ വരില്ല. IPSകാരാണെങ്കിൽ അതൊരു ജേക്കബ് തോമസിൽ ഒതുങ്ങി. ബാക്കി എല്ലാവരും വലിയ കലിപ്പിലാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉല്ലസിച്ച് പണിയെടുത്ത് വേരുറപ്പിച്ച് കഴിഞ്ഞു കൂടിയപ്പോൾ ഇത്തവണ മൊത്തം ഇളക്കി മാറ്റി. എന്തായാലും ഇതൊന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന നിലപാടിൽ പിണറായി മുഖ്യൻ തന്നെ രംഗത്തിറങ്ങി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് IAS ഓഫീസർമാർ പ്രത്യേക രീതിയിൽ യോഗം ചേർന്ന് ഒരു സമരരൂപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു പരിപാടി ആവിഷ്കരിക്കുന്നത്. ഇത് സർക്കാർ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. എൻ്റെ വകുപ്പിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എൻ്റെ വകുപ്പിൽ 2 പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ IAS ആണ്. എനിക്ക് അതിലൊരു വലിയ അഭിപ്രായം. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് IAS ഉദ്യോഗസ്ഥന്മാർ കൂട്ട അവധി എടുക്കുന്നത്. ലോകത്ത് ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്തും ഇന്നുണ്ടായിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി കാണാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരെ ശരിക്ക് വിരട്ടി എന്നാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജീവനക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേട്ട് പരിഹരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ പരാതികൾ അദ്ദേഹം എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? IASകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കണ്ടേ? IPSകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണാധികാരി ഏകാധിപതിയാകുന്നത് ശരിയല്ല. കേരളത്തിൽ IAS ഓഫീസർമാർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ആദ്യത്തേതല്ല. ഇവിടെ കേസ് ചാർജ് ചെയ്യലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യലും വരെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വികാരമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഫലമായുള്ള വികാരം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷെ വികാരവും നടപടിയും രണ്ടാണല്ലോ. ഇവിടെ FIR ഇട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പ്രത്യേക സമരരൂപം ഒരു കൂട്ടം IAS ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത്. അത് ശരിയല്ല, ശരിയായ നടപടിയായില്ല എന്നത് ഇന്നെന്നെ കാണാൻ വന്ന IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി കാണാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരെ ശരിക്ക് വിരട്ടി എന്നാണ് ഞാൻ കാണാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു സമരരൂപം സ്വീകരിച്ചതിന്
ന്യായീകരണവുമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 സെക്രട്ടറിമാരെ പിണറായി കറക്റ്റായിട്ട് തന്നിരിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി ആ വകുപ്പിന് അത് ധൈര്യമായിട്ട് പ്രവർത്തിക്കുക. പണ്ഡിറ്റ് ഫ്രം തമിഴ്നാടും അൺകറക്റ്റാണ്, ശക്തമായ നിലപാടാണ്. സമരരൂപം പ്രഖ്യാപിച്ച് സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ രൂപത്തിൽ വഴിപ്പെടുത്താം എന്ന ഉദ്ദേശം അതിന് പിന്നിലുണ്ടെങ്കിൽ അതിനിപ്പോൾ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് അവരെടുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു ഉദ്ദേശം അവർക്കില്ല എന്ന് അവർ വ്യക്തമാക്കിയത് അത് പൂർണ്ണ മനസ്സോടെ തന്നെ സർക്കാർ സ്വീകരിക്കുകയാണ്. ഇത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത്. ഭരണസിരാകേന്ദ്രത്തിൻ്റെ പ്രധാനികൾ തന്നെ ഒരു സമരരൂപം തീരുമാനിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ചുമതല. പണ്ടും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ IAS പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണം. വിജിലൻസ് ഡയറക്ടർക്ക് പരാതിയുണ്ട്, അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തുന്നു എന്നടക്കമുള്ള പരാതികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനും പരിഹാരം ഉണ്ടാകണം. നമ്മൾ ആരുടെയും കക്ഷി ചേരാനില്ല ഇക്കാര്യത്തിൽ. നിങ്ങളെല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും നിന്ന് നോക്കുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങളെടുത്ത് വ്യക്തമാക്കുക എന്നുള്ളത് കൊണ്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല. 2 വകുപ്പിൽ 2 IAS ആണുള്ളത്. പിന്നെ വേറെ IAS ഉണ്ട്, എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ IAS പറയുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കണം. പക്ഷെ ഞാൻ പറയുമ്പോൾ IAS ആയതുകൊണ്ടല്ല ഈ പ്രതിഭകളായതെന്നുള്ളതാണ്. IAS ആകുമ്പോൾ ഭരണപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റിനെ ഉപദേശിക്കുക, സഹായിക്കുക, നയങ്ങൾ നടപ്പിലാക്കുക, ഉള്ളവർക്ക് ജോലി. എത്ര IAS അത് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നു? കുറച്ചുപേരേ ഉള്ളൂ. ഉള്ളവരെ ബഹുമാനിക്കുന്നു, ഇല്ലാത്തവരെ വെറുക്കുന്നില്ല. പക്ഷെ ആ IAS ഉള്ളത് കൊണ്ട് പ്രത്യേകം ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപ്പറ്റിയൊക്കെ രാജ്യത്ത് ചർച്ച. എന്താണ് IAS? എന്താ IAS എന്ന് പറയാ? ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. എനി ഗ്രാജുവേറ്റ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. ഐദർ BA, BCom or BSc. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. Or BBA, any graduate with second class can write IAS. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. മഹാമന്ത്രി സുധാകർജി ഈ പറയുന്നത് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. മൂപ്പർക്ക് സ്വന്തം വകുപ്പിലെ IASകാരെ കുറിച്ച് മാത്രമേ മതിപ്പുള്ളൂ. മറ്റുള്ളവരെക്കുറിച്ച് പിണറായി പറഞ്ഞതിൻ്റെ അപ്പുറം പറയാനുണ്ട് ജിക്ക്. അതിന് വഴിമരുന്നിട്ട് കൊടുത്തത് പ്രതിപക്ഷ ഗാന്ധി ചെന്നിത്തലയും. ഏറ്റവും വലിയ പിടിപ്പുകേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IAS സമരത്തിൽ, IPS അമർഷത്തിൽ, ഡോക്ടർമാർ സമരത്തിൽ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ സമരത്തിൽ. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഭരണമില്ല എന്നൊക്കെ പറയാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ചട്ടുകമാകുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വ്യക്തമല്ലേ അതിനകത്ത് അജണ്ടയുണ്ടെന്നുള്ളത്. ഭരണത്തെ പറ്റിയുള്ള പ്രതിപക്ഷത്തിൻ്റെ സങ്കല്പം തന്നെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാതെയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ ഗവൺമെൻറ്റാണ്. 3 സീനിയർ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലുള്ളത്, SP ലെവലുള്ളത്. ആ 3 പേരെയും മാറ്റിയിരിക്കുന്നു. 7 മാസത്തിനുള്ളിൽ 60 വർഷമായി കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനും സാധിക്കാത്തൊരു കാര്യം പിണറായി വിജയൻ ഗവൺമെൻറ് സാധിച്ചു. അരി കിട്ടിയിട്ട് എത്ര നാളായി? ഒരു കൊട്ടുമേളവുമില്ല, കുരവയില്ല, ബഹളമില്ല, അമിട്ടില്ല, ഒന്നുമില്ല. അപ്പം മന്ത്രി പറയുന്നത് 2.25 ലക്ഷം കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ സൗജന്യമായി ഉണ്ടായി കൊടുത്തു. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഒരു ദിവസം അരി കിട്ടിയില്ലെങ്കിൽ നേരിടുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണ്. വീട്ടിൽ 4-5 ശൗചാലയം ഉള്ളവർക്ക് നിസ്സാരമായിട്ട് തോന്നാം. ഇതൊന്നും ഇല്ലാത്തവനെ അതിനെ പ്രയാസം അറിയും. ഇപ്പോൾ വെളിക്കിറങ്ങാൻ വെളിയിടമൊന്നുമില്ല. വെളിയുടെ വിസർജനത്തിന് എവിടെ സ്ഥലമുള്ള ഇപ്പോൾ? എങ്ങനെ ചിരിച്ചു തള്ളിയാലും വിട്ടുകൊടുക്കാൻ ചെന്നിത്തല തയ്യാറല്ല. IASൽ പിടിവിട്ട പ്രതിപക്ഷ തല നേരെ കയറി പിടിച്ചത് IPSൽ. എന്നത്തേതും പോലെ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് UDF ഭരണകാലത്ത് വിജിലൻസിന്റെ ചിറക് അടിച്ചൊടിച്ച് കൈയും കാലും അടിച്ചൊടിച്ചിട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് തത്ത പറക്കുന്നില്ല. ഇന്ന് തത്ത ക്ലിഫ് ഹൗസിൽ മാത്രം, ക്ലിഫ് ഹൗസിലെ കൂട്ടിലാണ്. ക്ലിഫ് ഹൗസിലെ കൂട്ടിൽ വിശ്രമിക്കുകയാണ് തത്ത. ക്ലിഫ് ഹൗസിൽ എന്ന് പറയുന്നത് അനുസരിച്ച് മാത്രമേ തത്ത ചലിക്കുകയുള്ളൂ. മനക്കലെ തത്തേ മറക്കുടത്തേ, മനക്കലെ തത്തേ മറക്കുടത്തേ, നല്ലേ മംഗളാതിരരാത്രി ആടണം പോൽ പാടണം പോൽ പാതിരപ്പൂവിനു ഗന്ധർവം കാട്ടിൽ പോകണം പോൽ.
ചെറിയൊരു പിടിവള്ളി കിട്ടിയതോടെ ചെന്നിത്തല പിടിക്കേണ്ടിടത്ത് തന്നെ പിടിച്ചു. ആസ്ഥാനത്ത്, പാർട്ടി ആസ്ഥാനത്ത് ഭരണം മോശമാണെന്ന് താൻ പറഞ്ഞത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ. പിണറായി സർക്കാരിന് പ്രവർത്തനങ്ങളെ പറ്റി ഒരു നല്ല വാക്ക് സീതാറാം യെച്ചൂരി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഞാൻ പിൻവലിക്കാമോ? സാധാരണഗതിയിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇവിടെ ഈ സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ചേരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു നല്ല വാക്ക് പറയാൻ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. Kerala government is the government of Kerala. All government matters, the government will answer. Party matters, you ask me, I'll answer. ഇന്നെന്തോ ദിവസം മോശമാണെന്ന് തോന്നുന്നു. എല്ലാ വഴിയിൽ നിന്നും കിട്ടി, ഇനി പോകാമല്ലോ. അതിനിടെ ചെന്നിത്തലയിൽ പ്രതീക്ഷയുള്ള IAS-കാരും പത്തിമടക്കി. പിണറായിയുടെ പ്രഹരവും സുധാകരൻ്റെ തള്ളും പ്രതിരോധിക്കാനാവാതെ IAS-കാർ വീണു. ചെന്നിത്തലയ്ക്ക് ബോധവും പോയി കാണും. ഇനി ചില തകർപ്പൻ രംഗങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ തകർക്കൽ രംഗങ്ങളെന്നും വിശേഷിപ്പിക്കാം. ഇടവേള കഴിഞ്ഞ്